നമുക്കറിയാം, നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിലും പറഞ്ഞതുപോലെ എല്ലാ കാലഘട്ടത്തിലും സത്യത്തിൻ്റെ വക്താക്കൾക്ക് വെല്ലുവിളികളുണ്ടാവും. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താൻ ജനിച്ചു വളർന്ന പ്രിയപ്പെട്ട മക്കയോട് വിട പറയുന്നൊരു രംഗമുണ്ട്. കഅബ ഷരീഫിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പോരുന്നത്. പക്ഷേ അത് ആദർശ സംരക്ഷണത്തിനു വേണ്ടിയായിരുന്നു. ചരിത്രത്തിലുടനീളം അത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നാം ഭാഗ്യവാന്മാരാണ്. ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു മണ്ണാണ് നമ്മുടെ ഈ മണ്ണ്. സ്വാഭാവികമായും എതിർപ്പുകളുണ്ടാവും. നമ്മുടെ പൂർവികന്മാരായ ആളുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെ എല്ലാ നിലക്കുള്ള ടാർഗറ്റ്, അവരെ എല്ലാ നിലക്കും പരാജയപ്പെടുത്താൻ വേണ്ടി അക്കാലത്തുള്ള ആളുകൾ ശ്രമിച്ചപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വെള്ളി വെളിച്ചം ഇവിടെ വളർത്താൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും അവർക്ക് അനുകൂലമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ 11,000-ലധികം മദ്രസകൾ ഈ മഹത്തായ സംഘത്തിൻ്റെ കീഴിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെങ്കിൽ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് വളരെ സുഖകരമായ രൂപത്തിൽ തന്നെ അതിന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. അല്ലാഹു ഈ അവസ്ഥ നിലനിർത്തി തരട്ടെ. ഐക്യത്തോടുകൂടെ ദീനു വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എളിയ ഖാദിമകളായി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദീർഘമായി സംസാരിക്കേണ്ട സന്ദർഭമല്ല. എങ്കിൽ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, നാം ഒക്കെ തന്നെ മഹത്തുക്കളായ നമ്മുടെ പൂർവ്വസൂരികൾ പഠിപ്പിച്ചു തന്ന ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ നമ്മുടെ നേതാക്കന്മാർ പറയുന്ന രൂപത്തിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. നമ്മുടെ രക്തത്തിളപ്പ് കാരണമായി ആവേശം വർദ്ധിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. നമ്മളെപ്പോഴും ആത്മസംയമനം പാലിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വം എന്താണോ നമ്മോട് പറയുന്നത് അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളും അതാത് സമയങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ബ്രോഡ്കാസ്റ്റിംഗ് ഉള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും ഓരോ ചലനവും വളരെ ശ്രദ്ധയോടുകൂടെ ആയിട്ടില്ലെങ്കിൽ വിപരീത ഫലമാണ് ഉണ്ടാവുക. ദഅവത്തിൻ്റെ മേഖലയിൽ ചില രീതിശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയാം. നമ്മുടെ പൂർവികന്മാർ പഠിപ്പിച്ചു തന്ന രീതിശാസ്ത്രമാണ്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും വെല്ലുവിളികൾ നേരിടുന്നതിനെക്കുറിച്ചാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. അത് അവഗണിക്കാം, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ല. അത് അല്ലാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന ഏതൊരാൾക്കും അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നം തന്നെയായിട്ട് കണ്ടാൽ മാത്രം മതി. പക്ഷേ നാം ഒരിക്കലും തന്നെ അഹങ്കാരികളായി മാറാൻ പാടില്ല. പരസ്പരം ഒരുമയോടുകൂടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മെക്കൊണ്ട് അള്ള പടച്ച ഒന്നിനും ഒരു വിഷമം ഉണ്ടാവരുത് എന്നുള്ള നിലക്ക് തന്നെയാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും ഉണ്ടാവേണ്ടത്. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ഏത് പ്രയാസം വരുമ്പോഴും അതൊക്കെ വലിയ നല്ല അനുഭവങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഊർജം വർദ്ധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഒരിക്കലും തന്നെ നമ്മൾ ഇതിൽ നിന്ന് പിന്തിരികയില്ല. അപ്പോൾ ഈമാൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അവിടെ പറയും. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ, നമുക്കറിയാം ചരിത്രം, കിതാബുൽ വഹീന് നമ്മുടെ ആദരണീയരായ അബ്ദുസലാം ബാക്കിയവറുകൾ അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അറബിയിൽ. മഹാന ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ വരെ ജീവിക്കാൻ അനുവദിച്ചില്ല. വളരെ ക്ലേശകരമായ രൂപത്തിലാണ് അദ്ദേഹം നാടിനോട് വിട പറയുന്നത്. ആ രംഗങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അത് പറയാൻ തന്നെ പ്രയാസമാണ്. പക്ഷേ അന്ന് മഹാനവർക്കൾക്കെതിരെ പ്രവർത്തിച്ച ഒരാളും തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമല്ല. ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് അവരെറിയപ്പെട്ടു. അതേ സമയത്ത്
മുസ്ലിമീങ്ങൾ ഉള്ള സ്ഥലത്തും അല്ലാത്ത സ്ഥലത്തും മഹാനായ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാം ബുഖാരി റഹ്മഹുല്ലാ മഹാനവറുകളുടെ ഗ്രന്ഥങ്ങൾ എല്ലാ സ്ഥലത്തും പഠിപ്പിക്കപ്പെടുന്നു. ഒന്നാം സ്ഥാനം അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ. ഈ രൂപത്തിൽ ഇന്നും നമ്മളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ കുറേ നാളുകൾ തീരുമ്പോൾ അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ഏതാവട്ടെ, നമുക്ക് ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈസ്റ്റ് ജില്ലയിലുള്ള നേതൃത്വമൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു പുതിയൊരാവേശത്തോടു കൂടെ തന്നെ ഇൻഷാ അല്ലാഹ്, ഇനി കൂടുതൽ ദിവസങ്ങളൊന്നുമില്ല, നമുക്കറിയാം ഒരു 10-200 ദിവസത്തിന് താഴെ ഉള്ളൂ നമുക്ക് 100ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി. അതോടുകൂടെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രം നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമുക്ക് ആഫിയത്തോടുകൂടെ ആ മഹത്തായ സമ്മേളനത്തിൽ സംബന്ധിക്കുവാനും അന്തർദേശീയ സമ്മേളനത്തിൽ സംബന്ധിക്കുവാനും തുടർന്ന് അതിൻ്റെ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ഗുരുവര്യന്മാർ പല ആളുകളും രോഗികളാണ്, അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും നമുക്കറിയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.